കാമുകി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാമുകനെ വിളിച്ചു വരുത്തുന്നു. ദാഹിച്ചപ്പോൾ വെള്ളം ആവശ്യപ്പെട്ട കാമുകന് കളനാശിനി കലർത്തിയ വെള്ളം കൊടുത്ത് മയക്കുന്നു. നിന്റെ കൂട്ടുകാരനെ ഇവിടെ വിഷം കൊടുത്തിട്ടിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാ എന്ന് കാമുകന്റെ സുഹൃത്തിനെ വിളിച്ചു പറയുന്നു. കഷായം ഗ്രീഷ്മയ്ക്ക് ശേഷം അടുത്ത കാലത്തൊന്നും ഇത്തരമൊരു പ്രണയച്ചതി മലയാളികൾ കേട്ടിട്ടില്ല. ഇവിടെ കോതമംഗലം സ്വദേശി 32-കാരൻ അൻസിലിനെ അധീന കൊലപ്പെടുത്തുമ്പോൾ അതിനെ പ്രണയപ്പക എന്ന് വിളിക്കുന്നതിലുമപ്പുറം അതിലേറ്റവും ഉചിതം അതിനെ അവിഹിത പ്രണയപ്പകയെന്ന് വിളിക്കുന്നതാകും. കാരണം മരണപ്പെട്ട അൻസിൽ വിവാഹിതനാണ്, ഒരു മകളടക്കം 2 കുട്ടികളുടെ പിതാവുമാണ്. ആംബുലൻസിൽ വെച്ച് തന്നെ അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞിരുന്നു. ഇതോടെയാണ് അധീന പോലീസ് നിരീക്ഷണത്തിലായത്. എന്തായാലും കോതമംഗലത്ത് കാമുകൻ അല്ലെങ്കിൽ ആൺ സുഹൃത്ത് അൻസിലിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അൻസിലിനെതിരെ കൊടുത്തിരുന്ന കേസ് പിൻവലിക്കാൻ വാഗ്ദാനം ചെയ്ത പണം നൽകാത്തതിനെ തുടർന്നുള്ള തർക്കത്തിലാണ് പ്രതി അധീന ആൺ സുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ അൻസിൽ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന പ്രതി അധീനയുടെ പരാതിയിൽ കോതമംഗലം പോലീസ് അൻസിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അൻസിൽ ഇതിനായി അധീനയ്ക്ക് പണവും വാഗ്ദാനം ചെയ്തു. എന്നാൽ കേസ് പിൻവലിച്ചിട്ടും പണം നൽകാൻ അൻസിൽ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് പലപ്പോഴായി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകമെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് 2 മാസങ്ങൾക്ക് മുൻപ് അധീന ആരംഭിച്ചിരുന്നു. അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെ 4:30ഓടെയാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വിഷം അൻസിൽ കൊണ്ടുവന്നതെന്നതായിരുന്നു അധീനയുടെ ആദ്യത്തെ മൊഴി. എന്നാൽ കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങി വെച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും കേസിൽ നിർണായകമായി. അവൾ വിഷം നൽകി എന്നെ ചതിച്ചുവെന്നാണ് അൻസിൽ പറഞ്ഞത്. അൻസിൽ കുടിക്കാനായി വെള്ളം ചോദിച്ചപ്പോൾ അധീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. അൻസിലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയത്. ടിപ്പർ ഡ്രൈവറായ അൻസിലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അൻസിൽ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അൻസിലും അധീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. 2 മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അധീന പരാതി നൽകിയിരുന്നു. ഈ കേസ് 2 ആഴ്ച മുൻപ് അധീന പിൻവലിച്ചു. അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പ് പണത്തെക്കുറിച്ച് വീണ്ടും വഴക്കുണ്ടാവുകയും ചെയ്തു. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അധീനയുടെ കുറ്റസമ്മത മൊഴി. ഒറ്റയ്ക്ക് താമസിക്കുന്ന അധീന രാത്രി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് വിഷം നൽകിയത്. അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അധീന പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചത്. തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വ്യാഴാഴ്ച രാത്രി 8-നാണ് മരണം സംഭവിച്ചത്. കൃത്യത്തിന് ശേഷം അൻസിലിന്റെ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു അധീന. വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഈ ഫോൺ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കും. ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ നിർണായക വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. 1 മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു. ഇതിനെ ചൊല്ലിയും അൻസിലും അധീനയും തമ്മിൽ പരസ്പരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഈ യുവാവും അധീനയും തമ്മിലും അടുപ്പമുണ്ടായിരുന്നു. ഈ യുവാവുമായി കൂടുതൽ അടുക്കാനാണോ കൊലപാതകമെന്നതും നീ കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യത്തിൽ അധീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അൻസിൽ പോലീസിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. അധീന തനിക്ക് വിഷം തന്നുവെന്നായിരുന്നു അൻസിലിന്റെ മൊഴി. മരിച്ചുവെന്ന് കരുതിയ ശേഷമാണ് പോലീസിനെയും അൻസിലിന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ അധീന വിവരം അറിയിച്ചതും. അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുൻപ് അധീന കോതമംഗലം ചെറിയ പള്ളി താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവും കേസിൽ വഴിത്തിരിവായി. ബുധനാഴ്ച പുലർച്ചെ 4-ന് അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം. വിഷം അകത്ത് ചെന്നെന്ന് അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു. അൻസിലിന്റെ വീട്ടുകാരെ അധീന വിവരം അറിയിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം എന്നായിരുന്നു അധീന പറഞ്ഞത്. പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആംബുലൻസിൽ വെച്ച് തന്നെ അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു. അധീന അവിവാഹിതയാണ്. കളനാശിനിയുടെ കുപ്പിയും അൻസിലിന്റെ മൊബൈലും
അധീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അധീനയും അൻസലും 1 വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കും പതിവായിരുന്നു. അൻസൽ മർദ്ദിച്ചതായി 1 വർഷം മുൻപ് അധീന കോതമംഗലം പോലീസിൽ നൽകിയ പരാതി 2 ആഴ്ചകൾക്ക് മുൻപ് പിൻവലിച്ചിരുന്നു. എന്നാൽ ഒത്തുതീർപ്പ് പ്രകാരമുള്ള പണം അൻസൽ നൽകിയില്ല എന്നുള്ളതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിൽ പരാക്വേറ്റ് എന്ന കീടനാശിനി അകത്തു ചെന്നതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും കോതമംഗലം SHO PT ബിജോയ് പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന അധീന പിന്നീട് സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അങ്ങനെ ഗ്രീഷ്മ മോഡലിൽ മറ്റൊരു കൊലപാതകം കൂടി കേരളത്തിൽ നടന്നു. ക്രൂര കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് യുവതികൾ ചേർക്കപ്പെടുന്നു. ഇരു കേസുകളും തമ്മിൽ അതിൻ്റെ പ്രണയബന്ധത്തിലും പശ്ചാത്തലത്തിലുമൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൊലപാതക രീതി ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. പങ്കാളിയോടുള്ള വിശ്വാസം തന്നെയാണ് രണ്ടിടത്തും മുതലെടുക്കപ്പെട്ടതും. അൻസലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആദ്യഘട്ടങ്ങളിൽ അത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്ത് തന്നെയായാലും അവിഹിതം, പ്രണയം, അങ്ങനെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേൾക്കുന്നു. അത്തരം കുറ്റകൃത്യങ്ങളുടെ വലിയൊരു നിര കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.